കായിക രംഗത്ത് ജില്ലയ്ക്ക് കുതിപ്പേകുന്ന നെടുങ്കണ്ടം ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഉദ്ഘാടനം ചെയ്തത്. 14 കോടിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ചെലവ്. വൈകിട്ട് 4 മണിയോടുകൂടി നെടുങ്കണ്ടം കിഴക്കേക്കാവലിലെത്തിയ മന്ത്രി വി അബ്ദുറഹ്മാനെയും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെയും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്റ്റേഡിയത്തിലേക്ക് ആനയിച്ചത്. തുടർന്ന് കായിക വകുപ്പ് മന്ത്രി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കായിക താരങ്ങളുടെയും NCC വിദ്യാർത്ഥികളുടെയും മാർച്ച് പാസ്റ്റിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. ഇടുക്കിയുടെ കായിക ഭൂപടത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയമെന്ന് അദ്ദേഹം പറഞ്ഞു. പച്ചടിയിലെ ഇൻഡോർ സ്റ്റേഡിയവും മൂന്നാറിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സെന്റർ നവീകരണവും പൂർത്തിയാകുന്നതോടെ 43 കായിക ഇനങ്ങൾ പരിശീലിക്കാൻ കഴിയുന്ന ജില്ലയായി ഇടുക്കിയെ മാറ്റും. കായിക കേരളത്തിന് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന ഒന്നായി നെടുങ്കണ്ടം ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കായിക വികസനം ലക്ഷ്യമായിക്കൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കായികം ഒരു ഇനമായി പ്രൈമറി തലം തൊട്ട് തന്നെ പഠിപ്പിക്കാൻ നമ്മൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഉന്നതതല വിദ്യാഭ്യാസത്തിൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ പുതിയ കോഴ്സുകൾ ആരംഭിക്കാൻ ഇപ്പോൾ അതിൻ്റെ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സർവകലാശാലയുടെ പുതിയ കറിക്കുലം ഫ്രെയിംവർക്കിലൊക്കെ തന്നെ പുതിയ കോഴ്സുകൾ ആരംഭിക്കാനും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 പുതിയ കോഴ്സുകളാണ് കായിക ഇനങ്ങളിൽ തന്നെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. പരിപാടിയിൽ MM മണി MLA അധ്യക്ഷനായി. സംസ്ഥാന സ്പോർട്സ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബാബു രാജൻ പിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് ശേഷം ഇടുക്കി സ്വദേശിയും ഹൈജമ്പ് താരവുമായ ഏഞ്ചൽ പി ദേവസ്യ കായിക മന്ത്രിയിൽ നിന്ന് ദീപശിഖ ഏറ്റുവാങ്ങി ജില്ലയിലെ കായിക താരങ്ങൾക്കൊപ്പം സ്റ്റേഡിയത്തിൽ ദീപശിഖ പ്രയാണവും നടത്തി. ചടങ്ങിൽ MM മണി MLAയും ജില്ലാ കളക്ടർ ഷീബ ജോർജും ചേർന്ന് കായിക പ്രതിഭകളെ ആദരിച്ചു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ്, ജില്ലാ പഞ്ചായത്ത് അംഗം VN മോഹനൻ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.